ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദേ വന്നല്ലോ അമ്മയുടെ പുന്നാരമോൻ. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കുറിച്ച് കുറ്റം പറയായിരുന്നോ? കുറ്റം പറഞ്ഞത് ഞാനല്ല, നിന്റെ പെണ്ണുമ്പിളയാ. എല്ലാം വാങ്ങിയോ? ഇങ്ങടുത്ത് ഇത് കൊള്ളാലോ. അമ്മയല്ലേ അല്പം മുമ്പ് പറഞ്ഞേ അമ്മയുടെ മോന് ഒന്നും നോക്കി വാങ്ങാൻ അറിയില്ലെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എടീ, അവൻ എന്റെ മോനല്ലേ, അവൻ ഇതൊക്കെ നോക്കിയെടുക്കാൻ നന്നായിട്ട് അറിയാം. പിന്നെ നിന്റെ കാര്യത്തിൽ മാത്രമേ അവനൊരു അബദ്ധം പറ്റിയിട്ടുള്ളൂ. അയ്യോ, എന്തിനാണ് ഇത്രയൊക്കെ വാങ്ങിച്ചത്? ഒരു കുഞ്ഞിന്റെ നൂലുകെട്ടിന് ഇത്രയൊക്കെ വേണോ? അമ്മേ, അത് പിന്നെ അമ്മക്കുട്ടിക്ക് നമ്മൾ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അത് മാത്രമല്ല, അന്നത്തെ പോലെ അല്ലല്ലോ. അമ്മക്കുട്ടി ഇപ്പോ അമ്മയുടെ കൊച്ചുമോളാ. അത് ശരിയാ. ചെറിയ കുഞ്ഞിന് കൊടുക്കുമ്പോ നമ്മൾ അവക്കും എന്തേലും കൊടുക്കണ്ടേ? അപ്പൊ പിന്നെ ഇന്ദുട്ടിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂ? അതുകൊണ്ട് എല്ലാവർക്കും ഓരോന്ന് വാങ്ങിച്ചു. എവിടെ ഞാൻ പറഞ്ഞ സാധനം? അതെന്ത് സാധനമാടി? നിനക്കൊരു വള വാങ്ങിക്കണമെന്ന് ഞാൻ 2 ദിവസമായിട്ട് വിചാരിക്കുക. കൊള്ളാം, ഇത് നല്ല ഡിസൈനാ. അമ്മ ഈ കൈങ്ങ് നീട്ടി. എന്താടി, എന്താ ഈ കാണിക്കുന്നത്? എന്തുവാ ഇതേ? അമ്മയുടെ കയ്യില് കിടക്കട്ടെ. ആഹാ, കണ്ണൊക്കെ നിറഞ്ഞല്ലോ. അമ്മയ്ക്ക് ഞാൻ എന്തേലും വാങ്ങിച്ചു തന്നിട്ട് ഒത്തിരി നാളായില്ലേ. ഈ വള അമ്മയുടെ കയ്യില് കിടക്കട്ടെ. അയ്യേ, അമ്മ കരയാണോ? ആഹാ, കരയുമ്പോഴാ അമ്മയ്ക്ക് സൗന്ദര്യം കൂടുന്നത്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സച്ചി എന്നെ വിളിച്ചിരുന്നു. അച്ഛനയ്ക്ക് അവനോടുള്ള പിണക്ക് ഇതുവരെ മാറിയിട്ടില്ല. അവളത് എന്തിനുള്ള പുറപ്പാടാ? പെൺകുട്ടികളായ ഇത്രയ്ക്കുള്ള അഹങ്കാരമൊന്നും പാടില്ല. എന്തൊരു വാശിയത്! അവള് വെറുതെ അങ്ങനെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എന്തേലും കാരണം കാണും, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യില്ല. എടി, അതിന് മാത്രം അവിടെ എന്തുണ്ടാവാനാ? അവക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സച്ചി ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മനുഷ്യരല്ലേ അമ്മേ, നമുക്ക് ആരുടെയും ഉള്ളു തുറന്നു നോക്കാനൊന്നും പറ്റില്ലല്ലോ. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. താലി കിട്ടൊന്ന് കഴിയട്ടെ. അതെ, ഞാൻ അനുപേട്ടൻ ആഹാരം എടുക്കട്ടെ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഞാൻ ആഹാരം എടുത്തു വെച്ചിട്ട് വരാം. അതെ, അമ്മ വിഷമിക്കണ്ട, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും.